സകല പ്രതീക്ഷയും തകർന്നുപോയി. ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് അയാൾ പറയുന്നത്. അത് തോമസ് സാറിന്റെ മരുന്ന് അത്രയ്ക്ക് വീര്യമുള്ള മരുന്നാ. അതായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം. അയാളുടെ കയ്യിൽ മൃതസഞ്ജീവനി വരെ ഉണ്ടടാ. പിന്നെങ്ങനെയാ? വേദന സഹിക്കാൻ വയ്യേ. ഇനിയിപ്പോ വേദന കൂടും. അയ്യോ, ഇതുവരെ അവളുടെ കുഞ്ഞു പോയ സന്തോഷത്തിലാ വേദന മറന്നുപോയേ. ഇപ്പൊ നേട്ടെ കുത്തിപ്പിടിക്കുന്ന വേദന തുടങ്ങി. എനിക്കിതൊക്കെ കേട്ടപ്പം എന്റെ നെഞ്ചിനകത്തും വയറിനകത്തും ഉരുണ്ടുകയറ്റം തുടങ്ങിയടാ. എന്ത് ചെയ്യാനാ? നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ലല്ലോ. ആ, ഞാനും പോയിന്ന് തോമസ് സാറിനെ കാണട്ടെ. ഓ, പോയി കണ്ടിട്ട് വാ. അമ്മേ, ഇനി എല്ലാരുടെ നമ്മളെ പറ്റിക്കായിരിക്കോ? അല്ലടാ, തോമസ് വൈദ്യൻ കള്ളം പറയത്തില്ല. എന്നിട്ട് നേരത്തെ ആള് കള്ളം പറഞ്ഞില്ലേ? എന്നാലിത് വല്ലാത്ത ചതിയായി പോയല്ലോ അമ്മേ. ചതിയോ? കൊടും ചതിയല്ലേ? അല്ലെങ്കിൽ ഇവനെ കാഴ്ച കാണാൻ കൊള്ളത്തില്ല. ആരാ? ആ വീൽ ചെയറിൽ ഇരുന്ന് പോയവനെ. അവൻ വന്നപ്പോഴല്ലേ ഈ വാർത്ത കേട്ടത്. അവനിപ്പോ നമ്മുടെ സൈഡല്ലേ അമ്മേ? ആരുടെ സൈഡാണെങ്കിലോ അവനൊരു എരണം കെട്ടവനാ. അതുകൊണ്ടല്ലേ അവൻ ജനിച്ചപ്പോ തന്നെ അവന്റെ അമ്മ ചത്തുപോയത്. അത് മാത്രമാണോ? അവനുമായിട്ട് ബൈക്കിൽ പോയപ്പോഴല്ലേ അവന്റെ അച്ഛനെ നീ ലോറി കൊണ്ടുപോയി തട്ടിച്ചത്. അവിടെ വെച്ച് തന്നെ അയാൾ അവന്റെ അമ്മയുടെ പിന്നാലെ പോയില്ലേ? ഒന്നും പറയണ്ടമ്മേ. അതാ ഞാൻ പറഞ്ഞത്, അവനൊരു ഭാഗ്യദോഷിയാടാ. അവനെ കണ്ടു കഴിഞ്ഞാലേ അതിനപ്പുറത്തുള്ള വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരും. മേഘൻ കോമയിലായത് ഒരർത്ഥത്തിൽ മഹിക്കും കണ്ണനും മാത്രമല്ല, സാഗറിനും മഞ്ജുവിനും ഒക്കെ ആശ്വാസമാണ് സാഗറെ. അത് മഞ്ജു ഇടയ്ക്ക് പറയാറുണ്ട്. അവനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഈ രാക്ഷസന്മാരെ ഓർമ്മ വരുന്നത്. അവനെയും ഇവിടെ കൊണ്ടുവരുമായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും തോമസ് സാർ ഇവിടെ കിടന്ന് ചികിത്സിക്കാൻ വരുന്നവരെ കൈയൊഴിയില്ലെന്ന് അവനും അവൻ്റെ അച്ഛനും ഒക്കെ അറിയാം. ഇപ്പോഴും ഒരുത്തിനോടൊന്ന് കിടക്കുന്നുണ്ടല്ലോ. അത് തോമസ് സാറിന്റെ ചികിത്സ തേടി മാത്രമല്ല, ലക്ഷ്മിയുടെ സങ്കടം കാണാൻ കൂടി വേണ്ടിയാ. സാഗറെ, ഇപ്പൊ അകത്തുപോയി ആ പ്രതാപനെയും അയാളുടെ അമ്മയൊന്ന് കണ്ടു നോക്ക്. രണ്ടും ഏതാണ്ട് മരിച്ച അവസ്ഥയിലാ. പറഞ്ഞോ കുഞ്ഞു പോയില്ലെന്ന്? പറഞ്ഞു. അത് കേട്ടിട്ട് ഇടിവെട്ടേറ്റതുപോലെ രണ്ടും ഇരുന്നത്. ഇനിയെങ്കിലും സൂക്ഷിക്കണേ. ഇതുവരെ മേഘനെയും മേഡത്തിന്റെ രണ്ടാനച്ഛനെയും ഭയന്നാ മതിയായിരുന്നു. പക്ഷേ ഇനി ചിലപ്പോ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ആ ഉണ്ണിയും കരുണയൊക്കെ ആയിരിക്കും. മഹാലക്ഷ്മിയും കണ്ണേട്ടനെയും ഇവരുടെ കുഞ്ഞിനെയും നശിപ്പിക്കാൻ വേണ്ടി ഓടി നടന്നപ്പോ എന്തൊക്കെ അനുഭവങ്ങളാ ഉണ്ടായതെന്ന് അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി വെല്ലുവിളിയും ഭീഷണിയും ചതിയും ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് എല്ലാവരും മാനമര്യാദയ്ക്ക് ജീവിക്കും. അതല്ല, ഇതൊന്നും കൊണ്ട് പഠിച്ചില്ലെങ്കിൽ അവരുടെ നാശം തുടങ്ങിയെന്ന് കൂട്ടിക്കോ. കണ്ണൻ സാർ, എന്താടാ, അവർക്ക് സന്തോഷമായോ? പ്രതാപന്റെ വേദന കൂടി. പ്രതാപന് മാത്രമായിരിക്കില്ലല്ലോ, അയാളുടെ അമ്മയ്ക്കും വേദന കൂടി കാണുമല്ലോ. രണ്ടിനും കൂടി. അതെ, ഇടയ്ക്ക് ആവേശം കയറി വീൽ ചെയർ മറക്കണ്ട കേട്ടോ. കരുണയുടെ അച്ഛനാ കിടപ്പിലായത്. അവളുടെ മുത്തശ്ശിക്ക് ഒരു കുഴപ്പമില്ല. അവരെങ്ങാനും കണ്ണേട്ടൻ നടക്കുന്നത് കണ്ടാ പിന്നെ അവരാരും മാർക്കോയെ സംശയിക്കില്ല.